ഭാഗത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ടൂർണമെന്റ് അതിന്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. ഇതിന്റെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജമാഅത്തിന്റെ പ്രസിഡന്റും ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ഹാജി പി എ ബഷീർ അവരെ അതിലൂടെ اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم إنا نسألك بحق الفاتحة المعظمة والصبر المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملة طبيعي أهل الخير. കോഴിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലഹരിക്കെതിരെ പോരാടാൻ വളർത്തിയെടുക്കാം കായിക ലഹരിയെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരള സമൂഹത്തെ ആകെ ഒരു മഹാവ്യാധി പോലെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആ ലഹരി എന്ന ആ മഹാപ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനൊരു പ്രമേയത്തെ നമ്മുടെ ജമാഅത്തും അതുപോലെ തന്നെ മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയും ഏറ്റെടുത്തിട്ടുള്ളത്. അധികം സംസാരിക്കുന്നില്ല. മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അഴീക്കോട് ജമാഅത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള അതുപോലെ തന്നെ ധാർമ്മികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ജമാഅത്തിന്റെ കീഴിൽ ഇങ്ങനെയൊരു ആദ്യം സാംസ്കാരിക സമിതിയായും പിന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷം കഴിഞ്ഞ ഒരു മാസത്തോളമായി മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയായും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എത്രത്തോളം നമ്മൾ പ്രധാനപ്പെട്ടവരായി കാണുന്നു, അവരുടെ ഭാവിയെ കുറിച്ച് എത്രത്തോളം നമ്മൾ കൺസേൺഡ് ആണ് നമ്മുടെ ജമാഅത്തും അതുപോലെ തന്നെ മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള കാരണം. ഇപ്പൊ ലഹരിയെ വെടിഞ്ഞിട്ട് കളിയെ ഒരു ലഹരിയായി സ്വീകരിക്കുകയും അതിലൂടെ മാനസികവും കായികവുമായ ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഹാജി പി എ ബഷീർ അവറുകളാണ്. അദ്ദേഹത്തെ നമുക്കറിയാം നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റായും അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനായും ഇവിടെ നടക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന മുഹമ്മദ് ഷാഫി കെ IPS അവറുകളെയാണ്. അദ്ദേഹം കോപ്പറേറ്റീവ് വിജിലൻസ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്, SP ആണ്. നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ ആരാണ് എന്ന് നമ്മുടെ ചർച്ചയിൽ നിന്നാണ് സാറിന്റെ പേര് തന്നെ ഉരുത്തിരിഞ്ഞു വരികയും സാറിനെ നമ്മൾ വീട്ടിൽ ചെന്ന് ക്ഷണിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ എളിയ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മുനവ്വിർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി അഴീക്കോട് ജമാഅത്തിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ജമാഅത്തിന്റെ ചീഫ് ഇമാം, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അബ്ദുൽ വാഹിദ് മൗലവി അവറുകളാണ്. നമുക്കറിയാം മുനവ്വിർ ഇസ്ലാം സാംസ്കാരിക സമിതി എന്നൊരാശയം തന്നെ ജമാഅത്തിന്റെ ഭാരവാഹികളോട് മുന്നോട്ട് വെക്കുകയും അതിങ്ങനെ രൂപീകരിക്കാൻ
മുൻകൈയെടുക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ ഉസ്താദ് അവറുകളാണ്. ശരിക്കും ഈ മുനവ്വർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഇമാമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ അഴീക്കോട് മുസ്ലിം ജമാഅത്തിന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി ഹാജി എ സൈനുലാബ്ദി, അതുപോലെ തന്നെ അഴീക്കോട് മുസ്ലിം ജമാഅത്തിന്റെ ഈ വാർഡിലെ മെമ്പർ, ഇടവല വാർഡ് മെമ്പർ ജനാബ് മുഹമ്മദ് റാസി സാർ, അതുപോലെ തന്നെ അഴീക്കോട് മുസ്ലിം ജമാഅത്തിലെ കുഴിവിള വാർഡ് മെമ്പർ ഹാജി എ സലീം അവർകൾ, അതുപോലെ തന്നെ അഴീക്കോട് മുനവ്വർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷറർ ജനാബ് എം അബ്ദുസലാം, ഇവിടുത്തെ ഇമാം ഇടമല ഇമാം ഇർഷാദ് അഹമ്മദ് ബാസവി, ഇടമല മേഖലാ പ്രസിഡന്റ് പി ഷാജഹാൻ, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വട്ടക്കുളം ഇമാം സജീർ മൗലവി, നമ്മുടെ ജമാഅത്തിന്റെ ട്രഷറർ അയ്യൂബ് ഖാൻ ഇക്ക, പിന്നെ നമ്മുടെ മുനവ്വർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തകരായ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം പേരുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൃതജ്ഞത പറയേണ്ട നമ്മുടെ ഷാജി സാർ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ക്രിയേഷനും പ്രൊഡക്ഷനും ഡയറക്ഷനും എല്ലാം ഷാജഹാൻ സാറാണ്. സാറിനെ വളരെ ശരിക്കും സ്വാഗതം ചെയ്യേണ്ടതില്ല, എങ്കിലും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ കളിക്കാരായെത്തിയിട്ടുള്ള മുഴുവൻ പേരെയും, കാണികളെയും നാട്ടുകാരെയും മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പി എ ബഷീർ, വേദിയിലെ പണ്ഡിതന്മാര്, സദസ്സിലെ ഈ നാട്ടുകാര്, പ്രിയപ്പെട്ട കളിക്കാര്, ഞങ്ങള് കഴിഞ്ഞ ഒരാഴ്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു. സഹവാസ ക്യാമ്പ്. സംസ്ഥാനത്തടക്കമുള്ള മൊത്തം കുട്ടികൾ, SPCയിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും ഓരോ കുട്ടികൾ വീതം പങ്കെടുത്തുകൊണ്ട് ക്യാമ്പ് നടക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അത്, ഉച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. അതിൻ്റെ ഒരു മുഖ്യമായ സന്ദേശം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ എന്തൊക്കെ ചെയ്യാനൊക്കും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരാണ്. ലോകത്ത് ജനസംഖ്യയിൽ മൊത്തം നിങ്ങളുടെ ശതമാനം 24% മാത്രമേ ഉള്ളൂ. ബാക്കി 76% പ്രായമായ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയാണ് ബാക്കിയുള്ള ആളുകളെ ചുറ്റിപ്പോറ്റുക എന്ന് പറയും. അത് ഇന്ത്യയിൽ മാത്രമാണ് ആ ശതമാനക്കണക്കിന് വ്യത്യാസമുള്ളത്. ഇന്ത്യയിൽ അത് 48%. 52% പേര് മാത്രമേ പ്രായമായ ആളുകളുള്ളൂ. കേരളത്തിലെ കണക്ക് പ്രത്യേകമായി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളത്. അപ്പോ ലോകത്തിന് എന്തുകൊണ്ട് ലഹരി നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിവെക്കാനായി ലോകത്തിന്റെ മാർക്കറ്റ് നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കാനഡയിലെയും അമേരിക്കയിലെയും ഒക്കെ തെരുവുകളിൽ നടക്കാനും അതുപോലെ ഇരിക്കാനും നോക്കാതെ ഇഴഞ്ഞു നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇത് ലഹരിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ലഹരിയിൽ നിന്ന് മാറ്റി യൗവനത്തെ കായിക ലഹരിയിലേക്ക്, ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ആർക്കും ലഹരിയിലേക്ക് പോകില്ല. കാരണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ഫുട്ബോൾ ലഹരിയിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഈ പറയുന്ന രാസലഹരിയുടെയോ അല്ലെങ്കിൽ കൃത്രിമമായ ഒരു ലഹരിയുടെയോ പിറകെ പോകേണ്ട ഒരു കാര്യവുമില്ല, അങ്ങനെ പോകാറുമില്ല. അത് മാത്രമല്ല, സ്പോർട്സിന്റെ അല്ലെങ്കിൽ ഒരു ഗെയിംസിൽ പങ്കെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തോറ്റാൽ നിങ്ങളാരും കരാറില്ലല്ലേ? നിങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ലഹരിയുടെ പിറകെ പോകാറുണ്ടോ? കാരണം സ്പോർട്സ്മാന് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് ജയവും തോൽവിയും ഒരേ വികാരത്തോടുകൂടി കൈകാര്യം ചെയ്യാനൊക്കുക എന്ന് പറയുന്നത്. അത് വേറെ ലോകത്ത് ആർക്കും പറ്റില്ല. സ്പോർട്സിന്റെ മാത്രം ഗുണമാണ്. നിങ്ങൾ തോറ്റാലും ജയിച്ചവനെ അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു കൊണ്ടുവരും. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒളിമ്പിക്സിലൊക്കെ എത്രയോ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ട്രാക്കിൽ വീണുപോയ കുട്ടിയെ 1ാം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എണീപ്പിച്ച് കൂടെ കൊണ്ടുപോയ ചരിത്രം വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അത് ആരോഗ്യത്തിന്റെ മാത്രമല്ല, മാനസികമായ ഒരു ഫിറ്റ്നസ്സിന്, അതുപോലെ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മാറ്റി നിൽക്കുന്നതിന്, ജയവും തോൽവിയും ഒരുപോലെ കാണുന്നതിന്, തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് വരുന്നതിന് ഒക്കെ പറ്റും. ഞങ്ങൾ ഇന്നലെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും എന്തുകൊണ്ട് നമുക്ക് വേൾഡ് ഫുട്ബോളിന്റെ ഈ ഒരു പടിവാതിൽക്കൽ പോലും എത്താൻ പറ്റാതെ വരുന്നു, വേൾഡ് കപ്പിന്റെ പടിവാതിൽക്കൽ പോലും
എത്താൻ പറ്റാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ 48% ചെറുപ്പക്കാരുണ്ടായിട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത്. ഇതുപോലെ നല്ല ഒരു ട്രെയിനിങ്ങിനുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഏറ്റവും സന്തോഷം ഇവിടുത്തെ ജമാഅത്ത് തന്നെ ഇതിനെ മുൻകൈ എടുത്ത് എനിക്ക് അനുഭവം തോന്നി. ഞാൻ അതാണ് ഇവിടുത്തെ മൗലവിയോട് ചോദിച്ചത്, നിങ്ങൾ മലപ്പുറത്തുകാരനാണോ? സാധാരണ മലപ്പുറത്തുകാരുടെ രക്തത്തിൽ ഫുട്ബോളുണ്ട്. അത് മൗലവി ആയാലും കൊള്ളാം, പള്ളിയിലച്ചനായാലും കൊള്ളാം, പൂജാരി ആയാലും കൊള്ളാം, മലപ്പുറത്തുകാരനാണെങ്കിൽ അവന്റെ രക്തത്തിൽ ഫുട്ബോളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾ മലപ്പുറത്തുകാരനാണോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കായംകുളത്തുകാരനാണ്. എന്തായാലും നല്ല നേതൃത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വേറിട്ട ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടി ഞാൻ അഭിനന്ദിക്കാൻ, അതുപോലെ തന്നെ ഈ പ്രായമായ പ്രസിഡന്റ് ഈ ഇങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് പ്രായം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അതുപോലെ ഇതിൽ വിജയപരാജയങ്ങളൊന്നുമില്ല, മത്സരമാണ്, സൗഹൃദ മത്സരമാണ്. അതിനകത്ത് വളരെ സന്തോഷത്തോടു കൂടി സൗഹാർദ്ദപരമായി മത്സരിക്കുക, നല്ല കളി നാട്ടുകാർക്ക് കൊടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഫുട്ബോൾ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. അത് മുഖ്യ പ്രഭാഷണമാണ്. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ അഴീക്കോട് ജമാഅത്തിന്റെ ചീഫ് ഇമാം അബ്ദുൽ റഹീം അവരെ ക്ഷണിക്കുന്നു. കളിക്കാൻ പോകുന്നു. ഞങ്ങളും കളി കാണാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് മുഖ്യ പ്രഭാഷണമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ഔപചാരികത എന്ന് പറഞ്ഞ രീതിയിൽ വിളിച്ചതാണ്. എങ്കിലും അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയ സന്തോഷം. നമുക്ക് പ്രമുഖരായ വ്യക്തികൾ നമ്മൾ മുമ്പുള്ള കളി നടത്തിയതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇന്ന് നമുക്ക് പ്രമുഖരായ വ്യക്തികളെയൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനോടൊപ്പം നമ്മുടെ സംവിധാനങ്ങൾക്ക് കുറച്ച് ക്രമീകരണങ്ങൾ വന്നു. തീർച്ചയായും മുനവ്വർ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങൾ പലപ്പോഴും ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞൊരാശയമാണ്, നമ്മുടെ കുട്ടികൾ ഇതേ നിലയിൽ നല്ല രൂപത്തിൽ കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിന്റെ സേവനവും കൂടി ലഭിക്കും. അതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ ക്ലബ്ബ് മത്സരങ്ങളാണ് നടത്തുന്നത്. ഈ ക്ലബിൽ നിന്നും പ്രഗത്ഭരായ കുട്ടികളെ എടുത്തുകൊണ്ട് അരീക്കോട് ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഒരു ടീമുണ്ടാകും. ഈ ടീമുകൾ ജില്ലാതല, സംസ്ഥാനതല, വേൾഡ് തലത്തിലേക്ക് കളിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. താല്പര്യമില്ല ഇൻഷാ അല്ലാഹ്. ഇതിനോടൊപ്പം തന്നെ തീർച്ചയായും ക്രിക്കറ്റിന് വേണ്ടിയും താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. പലരും നമ്മൾ സമീപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കളികൾ എന്തായാലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശദീകരിച്ചതില്ല, അതൊരു ലഹരി തന്നെയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഈ ലഹരിയുമായി, കളി എന്ന ലഹരിയിലേക്ക് നമ്മൾ കൂടുതലായി അടുത്തുകൊണ്ട് നമ്മുടെ അരീക്കോട് മുസ്ലിം ജമാഅത്തിന് മാത്രമല്ല ഈ പ്രദേശം ഒന്നടങ്കം മാതൃകയാകുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. പടച്ചവൻ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു നേതൃത്വം അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആശയവും ആശങ്കയും നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ഒന്നിനൊന്നിന് മുൻപന്തിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്ടിനും രാജ്യത്തിനും വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രാപ്തരാക്കുന്ന എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ടൂർണമെന്റിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. ഈ പരിപാടിക്കും ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വർത്തമാനകാലത്തിൽ എല്ലാവരും ആശങ്കയോട് കാണുന്ന ഒരു പ്രസക്ത വിഷയത്തെ മുൻനിർത്തി അതിൻ്റെ അതീവ ഗൗരവം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിനൊരു മാർഗമായി സ്വീകരിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എല്ലാ സംവിധാനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി തുടങ്ങാൻ സമയമായിരിക്കുന്നത് കൊണ്ട് എത്രയും വേഗം നമുക്ക് നന്ദി പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിശിഷ്ട ഗസ്റ്റായി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫി കെ IPS അവറുകളാണ്. നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരം, സ്വന്തം അഹങ്കാരമാണ്. പ്രത്യേകിച്ച് ഈ നാടില് നിരവധി വർഷം DYSP ആയിട്ടും CI ആയിട്ടും
ഒക്കെ ജോലി ചെയ്ത് നമ്മുടെ നാടിന്റെ ഓരോ മൺപരികളെയും പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് ഷാഫിക്ക് IPS ആ IPS എന്ന് പറയുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന് ഇനിയും 2-3 വർഷം, എത്ര വർഷമുണ്ട് സാർ? 4 വർഷം നമ്മളെ കൂടെ ഒത്തുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് എല്ലാവിധമായ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ഇമാം, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഇവിടുത്തെ ഇമാമ്, വട്ടക്കുളം ഇമാമ്, നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അബ്ദുൽ സജീദ് സാറിന്റെ മകള് വാസി സാറ്, ഇവിടെ കൂടിയിട്ടുള്ള ഇതിന്റെ എല്ലാവിധമായ സംഘാടകരെയും പ്രിയങ്കരനായ പ്രിയപ്പെട്ടവരായ നമ്മുടെ സ്പോർട്സ് താരങ്ങളെയും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വെഞ്ചന്റെയും ക്യാപ്റ്റനും യുണൈറ്റഡ് അത് എവിടുത്തെ ടീമാണ്? അഴീക്കോടാണ്. ഈ 2 ടീമിന്റെ ഫേവറായിട്ട് ബാക്കിയുള്ളവര് അടുത്ത എല്ലാം എടുത്തിട്ട് അവര് അവിടെ ഫസ്റ്റ് അഴീക്കോട് യുണൈറ്റഡിലെ ചുടക്കുട്ടന്മാർ ഫാരിസ്, ആഷിഖ്, സൽമാൻ, അഫ്സൽ, അലി, അർജുൻ, ഹാഫിസ് ആൻഡ് മുഹമ്മദ്. വെഞ്ചമ്പി ടീമിലെ ചുടക്കുട്ടന്മാർ ബാസിദ്, ആദിൽ, അഫ്സൽ, നൗഫൽ, സൽമാൻ ആൻഡ് പ്രണവ്. മത്സരം കിക്ക് ഓഫ് നടത്തി ആരംഭിക്കുകയാണോ?